പാകിസ്ഥാനിൽ ഒരു അന്താരാഷ്ട്ര പ്രശ്നം നടക്കുകയാണ്. തിന്നാനും കുടിക്കാനും ഒന്നുമില്ലെങ്കിലും ഇതിന് മാത്രം ഒരു കുറവും പാകിസ്ഥാൻ വരുത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിന്റെ മരുമകളായിട്ടുള്ള മറിയം നവാസാണ് അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നക്കാരി. മതമൗലികളുടെ വാദികളുടെ മുമ്പിലാണ് മറിയം നവാസ് ഏറ്റവും വലിയ പ്രശ്നക്കാരിയായി മാറിയിരിക്കുന്നത്. എന്താണ് ആ വിഷയം എന്ന് നമുക്ക് നോക്കാം. ഭക്ഷണം കഴിക്കാനില്ല എങ്കിലും മതം മാത്രം ഞങ്ങൾ ഭക്ഷിക്കും എന്ന് കരുതി ജീവിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും വൈസ് പ്രസിഡന്റായിട്ടുള്ള ഷെയ്ഖ് മൻസൂർ ബിൻ സായിദും പാകിസ്ഥാനിൽ ഒരു സ്വകാര്യ സന്ദർശനത്തിനായി എത്തുകയാണ്. അവർ എയർപോർട്ടിൽ വന്നിറങ്ങി. ചൊവ്വാഴ്ചയാണ് അവർ പാകിസ്ഥാനിൽ എത്തിയത്. റഹീം യാർ ഖാൻ ഏരിയയിൽ നിർമ്മിച്ച വിമാനത്താവളത്തിലാണ് അവർ വന്നിറങ്ങുന്നത്. ഇവരെ സ്വീകരിക്കാനായി ചെല്ലുന്നത് പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇപ്പോഴത്തെ പാക് ഭരണാധികാരിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിന്റെ മരുമകളും ഷഹബാസ് ഷെരീഫും കൂടെയാണ്. മറിയം നവാസ് ഇവരെ സ്വീകരിക്കാനായി അവിടെ എത്തുന്നു. അവിടെ എത്തുന്ന കൂട്ടത്തിൽ കണ്ടാൽ ഒരു സാധാരണ കാര്യമായി നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ തോന്നും. ഇവർ, അതായത് മറിയം നവാസ് അവിടെ വന്നിറങ്ങിയ UAE ഭരണാധികാരിക്ക് ഒന്ന് കൈ കൊടുക്കുന്നു, അഥവാ ഒരു ഷേക്കൻഡ് കൊടുക്കുന്നു. ഈ ഷേക്കൻഡാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ കത്തുന്ന പ്രശ്നമായി മാറിയിരിക്കുന്നത്. എന്തിനാണ് ഈ ഷേക്കൻഡ് കൊടുത്തത് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഒരു വിഭാഗം ആൾക്കാർ മറിയം നവാസിനോട് ചോദിക്കുന്നത്. ഇയാളെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണം, പാക് ജനതയ്ക്ക് ഇയാൾ ഒരു നാണക്കേടാണ് ഷഹബാസ് ഷെരീഫ് എന്നാണ് വേറെ ചില ആൾക്കാർ പറയുന്നത്. ഈ കൈ കൊടുക്കുന്ന ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്ന് രണ്ട് തരത്തിലുള്ള വിഭാഗമായി ആൾക്കാർ ചേരിതിരിഞ്ഞ് അടി തുടങ്ങിയിരിക്കുകയാണ്. അതിലൊരു വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഇമ്രാൻ ഖാൻ എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രിയുടെ PTI പാർട്ടിയുടെ അണികളാണ്. കാലഘട്ടത്തിനനുസരിച്ച് കോലം കെട്ടണം എന്ന് അപ്പുറത്തൊരു വിഭാഗം മറിയം നവാസിനെ അനുകൂലിച്ചുകൊണ്ട് പറയുമ്പോൾ പാകിസ്ഥാനിൽ ശരിയ നിയമമാണെന്നും ആ ശരിയ നിയമം പിന്തുടരുന്നവർ മാത്രം പാകിസ്ഥാനിൽ നിന്നാൽ മതി എന്നുമാണ് PTIയുടെ ആൾക്കാർ പറയുന്നത്. ഈ രണ്ട് പിന്തുണക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങുമ്പോൾ ഇമ്രാൻ ഖാൻ പോലും സ്ത്രീകളുമായി കൈ കൊടുത്തില്ല എന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് PTIയുടെ ആൾക്കാർ പറയുന്നത്. ഇമ്രാൻ ഖാൻ പല വേദികളിലും പോയിട്ടുണ്ട്, പക്ഷെ താനൊരു മുസ്ലിമാണ് എന്നുള്ള ധാരണ ഇമ്രാൻ ഖാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്രാൻ ഖാൻ ആർക്കും കൈ കൊടുത്തിരുന്നില്ല. ഒരു സ്ത്രീ കൈ തരാൻ വന്നാൽ പോലും അദ്ദേഹം സ്വന്തം ശരീരം വെട്ടിച്ചു മാറ്റുമായിരുന്നു എന്നാണ് ഇവിടെയുള്ള ഇമ്രാൻ ഖാൻ വാദികളുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. മറിയം നവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറിയം നവാസിനെ ട്രോളാനായി വേറൊരു കാരണം കൂടെ അവിടെയുള്ള ആൾക്കാർക്കുണ്ട് എന്നുള്ളതാണ്. എന്താണ് ആ കാരണം എന്നല്ലേ? കുറച്ചു കാലം മുമ്പ് ഒരു അന്വേഷണ ഏജൻസി NBA എന്നാണ് ആ അന്വേഷണ ഏജൻസിയുടെ പേര്. ഈ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഒരു ഉഡായിപ്പ് കാണിച്ചതിന് മറിയം നവാസിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യാൻ മറിയം നവാസ് ഹാജരായില്ല. അതെന്തുകൊണ്ടാണ് ഹാജരാകാത്തത് എന്ന് ചോദിച്ചപ്പോൾ മറിയം നവാസ് പറഞ്ഞത്, അവിടെ മുഴുവൻ പുരുഷന്മാരാണ്, പുരുഷന്മാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല എൻ്റെ ശരീരം, അതുകൊണ്ട് ഞാൻ ഹാജരാകില്ല എന്നാണ് മറിയം നവാസ് പറഞ്ഞത്. ആ മറിയം നവാസാണ് ഇപ്പോൾ UAE പ്രസിഡന്റിന് കൈ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ട്രോളന്മാരുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. പോരാത്തതിന് ഈ മറിയം നവാസിൻ്റെ ഫോട്ടോ വൈറലായതോടുകൂടി അവിടെ നിന്ന് ഷഹബാസ് ഷെരീഫ് മാറണം, അതായത് പൂർണ്ണമായും മാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിന് പുറത്തുള്ള മറ്റൊരു പുരുഷനുമായി കൈകോർക്കുക എന്നത് ഇസ്ലാമിക നിയമത്തിന് ഒരു പ്രശ്നമാണ് എന്നാണ് മറിയം നവാസിനെ എതിർക്കുന്നവർ പറയുന്നത്. ഇസ്ലാമിൽ അച്ഛൻ, സഹോദരൻ, ഭർത്താവ്, മകൻ ഈ 4 പേർക്ക് മുന്നിൽ മാത്രമേ ഒരു സ്ത്രീ അവരുടെ ശരീരം, അതായത് മുഖം കാണിക്കാൻ പാടുള്ളൂ. പക്ഷെ മറിയം നവാസ് അവിടെ UAE ഭരണാധികാരിയുടെ മുമ്പിൽ പോലും മുഖം കാണിച്ചു. മറ്റേതൊരു പുരുഷന്റെ മുമ്പിലും സ്വയം മറക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. എന്നിരുന്നാലും ഇസ്ലാമിൽ ഈ നിയമം പാലിക്കാത്ത മറിയം നവാസിനെ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ മറിയം നവാസിനെ എതിർക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കാലമാണ്, എന്തൊരു ലോകമാണ് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇവിടെ പല പല വലിയ കാര്യങ്ങൾക്കും വേണ്ടി, അതായത് സ്ത്രീകളുടെ ഉന്നമനവും കഴിഞ്ഞ് അവരുടെ ജോലിയും കഴിഞ്ഞ് മറിച്ച് അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇവിടെ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാജ്യത്തെ സ്ത്രീകൾ അവിടെ പുരുഷന്മാർക്ക് കൈ കൊടുക്കണമോ, മുഖം മറയ്ക്കാതിരിക്കണമോ, ഹിജാബ് ഇടണോ, ഹിജാബ് ഇടണ്ടേ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കോട്ടെ, ഒന്ന് പുഞ്ചിരിച്ചോട്ടെ, അടുക്കളയ്ക്ക് ജനാല വച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭയചകിതരായി ജീവിക്കേണ്ടി വരുന്നു, അടികൂടേണ്ടി വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.